Good evening. Audio video ഒക്കെ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ again നമ്മൾ ഇംപ്രൂവ്മെൻറ്റ്സ് +1 ഇംപ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ് ചെയ്യാൻ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് സെക്കൻഡ് ചാപ്റ്ററാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഇന്ന് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ചെയ്യും. നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് കാണാം, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1. അപ്പോൾ അതിൽ നമ്മൾ ആകെ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള മൂന്ന് ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മേജറായിട്ട് ഏതൊക്കെയാണ്? ഒന്ന് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ്, പിന്നെ റിലേഷൻസ്, പിന്നെ ഫങ്ഷൻസ്. അങ്ങനെ 3 മേജർ ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഡിസ്കസ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ ടോപ്പിക്സിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ്. എന്താണ് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? ഇപ്പോൾ 2 നോൺ എംപ്റ്റി സെറ്റുകൾ എയും ബിയും തന്നിട്ടുണ്ടെങ്കിൽ ആ എയുടെയും ബിയുടെയും കൂടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് A ക്രോസ് B എന്നാണ്. ആൻഡ് ഇസ് എങ്ങനെ നമുക്ക് പറയാം? ദിസ് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർസ് ഓഫ് എലമെന്റ്സ് A ആൻഡ് B. ഓർഡേർഡ് പെയർ ഓഫ് എലമെന്റ്സ് ഫ്രം A ആൻഡ് B. എയിലെയും ബിയിലെയും എലമെന്റ്സിന്റെ ഓർഡേർഡ് പെയർ ആണ് ഇതിലുണ്ടാവുക, A ക്രോസ് ബിയിൽ ഉണ്ടാവുക. ദാറ്റ് ഈസ് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് A ക്രോസ് B is equal to set of all ordered pair AB such that A belongs to A and B belongs to B. A എയിലും B ബിയിലും. ആദ്യത്തെ എലമെന്റ് ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, എ പെയർ ദാറ്റ് കീപ്സ് എൻ ഓർഡർ. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് കോർഡിനേറ്റ് സെക്കൻഡ് കോർഡിനേറ്റ് എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ. ഇവിടെ ഫസ്റ്റ് എലമെന്റ് എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും സെക്കൻഡ് എലമെന്റ് ബി ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ആണെങ്കിൽ ആ ഓർഡേർഡ് പെയറുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ആ ഓർഡേർഡ് പെയറുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? A ക്രോസ് ബി എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ഓക്കെ, യെസ്. ഓക്കെ, അപ്പോൾ ലൈവിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. 2 സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് A ക്രോസ് ബി എന്ന് പറയുന്നതാണ്. A ക്രോസ് ബി അത് ഓർഡേർഡ് പെയറുകളുടെ കളക്ഷൻ ആണ്. ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് A ബിലോങ്സ് ടു A ആൻഡ് B ബിലോങ്സ് ടു B. ആദ്യത്തെ എലമെന്റ് എയിലും രണ്ടാമത്തെ എലമെന്റ് ബിയിലും ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ A എന്ന് പറയുന്ന സെറ്റ് നോക്കാം നിങ്ങൾ. ഇപ്പോൾ A എന്ന് പറയുന്നത് 1 2 3 ആണെന്ന് വിചാരിക്കുക. ആൻഡ് B എന്ന് പറയുന്ന സെറ്റ് A B എന്ന് വിചാരിച്ചു. അപ്പോൾ വാട്ട് ഇസ് A ക്രോസ് ബി? A ക്രോസ് ബിയിൽ ആരൊക്കെ ഉണ്ടാവും? ഓർഡേർഡ് പെയറുകളാണ് നമ്മൾ A ക്രോസ് ബിക്കകത്ത് എഴുതേണ്ടത്. എയിലെ എലമെന്റ് ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ 1A 1B കാണും, പിന്നെ 2A ഉണ്ടാവും, 2B ഉണ്ടാവും, 3A ഉണ്ടാവും, അതുപോലെ 3B ഉണ്ടാവും. ഈ എലമെന്റുകളാണ് ഏതിലുണ്ടാവുക? A ക്രോസ് ബിക്കകത്ത് ഉണ്ടാവുക. ഈ കാണുന്ന എലമെന്റുകളാണ് A ക്രോസ് ബിക്കകത്ത് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാനതൊരു പോയിന്റ് കൂടെ പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇഫ് ഐദർ A or B is a null set, എയോ ബിയോ ഏതെങ്കിലും ഒന്ന് null set എംപ്റ്റി സെറ്റ് ആണെങ്കിൽ A ക്രോസ് ബിയും എന്തായിരിക്കും? എംപ്റ്റി സെറ്റ് ആയിരിക്കും. A ക്രോസ് ബിയും എംപ്റ്റി സെറ്റ് ആയിരിക്കും. അതായത് നോൺ എംപ്റ്റി സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ എംപ്റ്റി സെറ്റ് ആണെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്തായിരിക്കും? എംപ്റ്റി ആയിരിക്കും. അപ്പോൾ A ക്രോസ് ബി എന്ന് പറയുന്നത് null set ആയിരിക്കും.
ഓക്കെ, ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് ഇതിന്, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ടു ഓർഡേഡ് പെയർസ് ആർ ഈക്വൽ. എപ്പോഴാണ് രണ്ട് ഓർഡേഡ് പെയറുകൾ ഈക്വൽ ആണെന്ന് നമ്മൾ പറയാം? If and only if the corresponding first elements are equal and the second elements are equal. ഫസ്റ്റ് എലമെന്റ്സും സെക്കൻഡ് എലമെന്റ്സും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് എലമെന്റ്സും സെക്കൻഡ് എലമെന്റ്സും ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ ഓർഡേഡ് പെയർ ഈക്വൽ ആണെന്ന് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞു എ ബി എന്ന് പറഞ്ഞ ഓർഡേഡ് പെയർ ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് വൈയോട് ഈക്വൽ ആണ് എന്ന് പറയണമെങ്കിൽ എന്തെഴുതാം നമുക്ക്? എ ഈക്വൽ ടു എക്സ് ആയിരിക്കണം, അതുപോലെ തന്നെ ബി ഈക്വൽ ടു വൈ ആയിരിക്കണം. ഇങ്ങനെയാണ് രണ്ട് ഓർഡേഡ് പെയറുകൾ ഈക്വൽ ആണ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഇഫ് ദർ ആർ പി എലമെന്റ്സ് ഇൻ എ ആൻഡ് ക്യൂ എലമെന്റ്സ് ഇൻ ബി, എയില് പി എലമെന്റ്സും ബിയില് ക്യൂ എലമെന്റ്സും ഉണ്ടെങ്കിൽ ദർ വിൽ ബി പി ക്യൂ എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി. എ ക്രോസ് ബിക്കകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും? പി ക്യൂ എലമെന്റ്സ് ഉണ്ടാവും. എ ക്രോസ് ബിക്കകത്ത് പി ക്യൂ എലമെന്റ്സ് ഉണ്ടാവും. ദാറ്റ് ഇസ് എൻ ഓഫ് എ എന്ന് പറയുന്നത് പിയും എൻ ഓഫ് ബി എന്ന് പറയുന്നത് ക്യൂവും ആണെങ്കിൽ എൻ ഓഫ് എ ക്രോസ് ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് പി ഇൻറ്റു ക്യൂ ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നോക്കൂ. എക്കകത്ത് 3 എലമെന്റ്സ് ആണുള്ളത്, ഇവിടെ ബിക്കകത്ത് 2 എലമെന്റ്സ് ആണുള്ളത്. എ ക്രോസ് ബിക്കകത്ത് 2 ഇൻറ്റു 3 അല്ലെങ്കിൽ 3 ഇൻറ്റു 2 6 എലമെന്റ്സ് ആണ് ഉണ്ടാവുക അല്ലെ. 1 2 3 4 5 6 എലമെന്റ്സ് ആണുള്ളത്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, എയിലെ എലമെന്റ്സിന്റെ എണ്ണം ഇൻറ്റു ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം ആയിരിക്കും. ഓക്കെ, ഇനി if A and B are non-empty sets and either A or B is infinite, ഏതെങ്കിലും ഒന്ന് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ, അതായത് എയോ ബിയോ ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ്സ് ഉണ്ടെങ്കിൽ എ ക്രോസ് ബിക്ക് അകത്തും എന്തുണ്ടാവും? ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ്സ് ഉണ്ടാവും. കാരണം ഒരു സെറ്റ് ഇപ്പോൾ എ ആണ് ഇൻഫിനിറ്റ് മെനി എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് എലമെന്റുകൾ നമ്മൾ എടുക്കുമ്പോൾ ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ഒക്കെ പറയുകയാണെങ്കിൽ 1 എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം, 5 എടുക്കാം, എക്സെട്രാ ഇഷ്ടംപോലെ എലമെന്റ്സ് എടുക്കാം അല്ലെ. അപ്പോൾ അത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഇനി നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ആണ് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എ എന്ന് പറയുന്നത് 1 2 ആണെന്ന് വിചാരിക്കുക. ഇഫ് എ ഇസ് 1 2, എ എന്ന് പറയുന്ന സെറ്റ്, ഇതിന് എ എന്ന് പറയുന്ന സെറ്റ് 1 2 ആണ് ആൻഡ് ബി എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് വിചാരിക്കുക ബി. അപ്പം അങ്ങനെയാണെങ്കിൽ 1 1 എടുക്കാൻ പറ്റും അല്ലെ, 1 2 എടുക്കാൻ പറ്റും. ഇത് 1 വെച്ചിട്ടുള്ള എലമെന്റ്സ് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ 2 1 എടുക്കാൻ പറ്റും, 2 2 എടുക്കാൻ പറ്റും അല്ലെ. 2 തുടങ്ങുന്ന എലമെന്റ്സും നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. അത് വിൽ ബി ഇൻഫൈനൈറ്റ്ലി മെനി എലമെന്റ്സ്. അതായത് എ ക്രോസ് ബിയിൽ ഏതെങ്കിലും ഒരു സെറ്റ് എയോ ബിയോ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ എ ക്രോസ് ബിയും എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. ഇനി 3 എലമെന്റ്സിന്റെ അല്ലെങ്കിൽ 3 സെറ്റുകളുടെ ക്രോസ് പ്രോഡക്റ്റ് നോക്കുക. എ ക്രോസ് എ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓർഡേർഡ് ട്രിപ്ലെറ്റ്. ഇതിനെ നമ്മൾ പറയുന്ന ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്നാണ് കേട്ടോ. ഓർഡേർഡ് ട്രിപ്ലെറ്റ് ആണ്. എ ബി സി കിട്ടും നമുക്ക്. അതിലെ എയും ബിയും സിയും ഒക്കെ ഇവിടുത്തെ എലമെന്റ് ആയിരിക്കും, എയിലെ തന്നെ എലമെന്റ് ആയിരിക്കും. ഈ ഒരു ഓർഡേർഡ് ട്രിപ്ലെറ്റ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ഓർഡർ ട്രിപ്ലെറ്റ് എ ബി സി എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുക. ഓക്കെ, ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തേർഡ് എലമെന്റും ഇവിടെ നിന്നാണ്, എയിൽ നിന്ന് തന്നെ ആയിരിക്കും ഇവിടെ. എ ക്രോസ് എ ആയതുകൊണ്ടാണ് വി ക്യാൻ ഡിഫൈൻ എ ക്രോസ് ബി ക്രോസ് സി, അങ്ങനെ വേണമെങ്കിൽ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എയിൽ നിന്നും സെക്കൻഡ് എലമെന്റ് ബിയിൽ നിന്നും തേർഡ് എലമെന്റ് സിയിൽ നിന്നും എടുക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ബേസിക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിലേഷൻസ് ആണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് റിലേഷൻസ് ആണ്. അപ്പോൾ എന്താണ് റിലേഷൻസ്? എ റിലേഷൻ ആർ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ ടു എ നോൺ എംപ്റ്റി സെറ്റ് ബി ഇറ്റ്സ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻ സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആർ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ഇറ്റ് ഇസ് ഫ്രം എ ടു ബി, എയിൽ നിന്നും ബിയിലേക്കാണ് എങ്കിൽ അതെന്താണ്? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ത്? റിലേഷൻ എന്ന് പറയുന്നത്. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ആ സെറ്റ് നോക്കുക. ആ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഇപ്പോൾ 1 2 2 എലമെന്റ്സ് ഉണ്ട് വിചാരിക്കാം. ആൻഡ് ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് എ ബി സി ഉണ്ട്, 3 എലമെന്റ്സ് ഉണ്ട്. നൗ വാട്ട് ഈസ് എ ക്രോസ് ബി? എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എ ഉണ്ടാവും, 1 ബി കാണും, 1 സി കാണും അല്ലേ. അതേപോലെ 2 എ ഉണ്ടാവും, 2 ബി ഉണ്ടാവും, 2 സി ഉണ്ടാവും. ഇത്രയും 6 എലമെന്റ്സ് ആണ് ഉണ്ടാവുക എ ക്രോസ് ബിക്കകത്ത്, ശരിയല്ലേ? ഇനി ഈ കാണുന്ന എ ക്രോസ് ബിയിലെ 6 എലമെന്റുകളുള്ള എ ക്രോസ് ബിയുടെ ഏതൊരു സബ്സെറ്റിനെയും നമ്മൾ എന്ത് പറയും? റിലേഷൻസ് എന്ന് പറയും. അപ്പോൾ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? ഇഷ്ടംപോലെ സബ്സെറ്റുകൾ ഉണ്ടാവും അല്ലെ. എ ക്രോസ് ബിയുടെ 6 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ 2�6 സബ്സെറ്റുകൾ ഉണ്ടാവും അല്ലെ. നമുക്കറിയാം 64 സബ്സെറ്റുകൾ ഉണ്ടാവും എന്നറിയാം. അപ്പോൾ ആ സബ്സെറ്റുകളൊക്കെ നമ്മൾ എന്തായിട്ട് പറയും? റിലേഷൻസ് ആയിട്ട് പറയും. അപ്പോൾ ഏറ്റവും ചെറിയ സബ്സെറ്റ് മുതൽ നൾ സെറ്റ് ആണ് ഏറ്റവും ചെറിയ സബ്സെറ്റ്. ഏറ്റവും വലിയ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി തന്നെയാണ്. ഇതൊക്കെ എന്താണ്? ഓൾ ദീസ് ആർ റിലേഷൻസ്. ഇതൊക്കെ എന്താണ്? റിലേഷൻസ് ആണ്. എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻസ് ആണ്.
ഓക്കെ, ഇനി ഇതിനകത്ത് ഏതെങ്കിലും എലമെന്റുകൾ എടുത്ത് നിങ്ങൾ സെറ്റ് ആക്കി എഴുതാൻ വിചാരിക്കും. ഇപ്പോൾ R1 എന്ന് പറഞ്ഞൊരു സെറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ എഴുതുകയാണ് 1A ആൻഡ് 2A. ഇതെന്താണ്? ഒരു റിലേഷൻ ആണ്. ദിസ് ഇസ് എ റിലേഷൻ അല്ലെ. ഇവിടെ ഫസ്റ്റ് എലമെന്റ് എയിൽ നിന്നും സെക്കൻഡ് എലമെന്റ് ബിയിൽ നിന്നും എടുത്തിട്ടുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ ഒരു സബ്സെറ്റ് ആണ് R1 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഈസ് എ റിലേഷൻ. അപ്പോൾ എത്ര എലമെന്റ്സ് ഉള്ള റിലേഷൻസ് വേണമെങ്കിലും നമുക്ക് ഇവിടെ എഴുതാം. മാക്സിമം 6 എലമെന്റ്സ് ഉള്ളതേ പറ്റുള്ളൂ. ഒരു എലമെന്റ് ഉള്ളതും 2 എലമെന്റ് ഉള്ളതും 3 എലമെന്റ് ഉള്ളതൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. എ ക്രോസ് ബിയുടെ സബ്സെറ്റിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. Okay, the subset is derived by describing the relation between the first element and the second element. ഇങ്ങനെ റിലേഷൻ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ എഴുതാറുണ്ട്. ഇപ്പോൾ 1A എന്ന് പറയുന്ന എലമെന്റ് ബിലോങ്സ് ടു R1 ആണെന്ന് പറഞ്ഞാൽ, 1A എന്ന് പറഞ്ഞാൽ R1ലെ എലമെന്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതും 1 is related to A എന്ന് നമ്മൾ എഴുതും. 1 is related to A എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ദെൻ ഇവിടെ സെക്കൻഡ് എലമെന്റുകൾ, ഈ ഓർഡേർഡ് പെയറിൽ എഴുതുന്ന സെക്കൻഡ് എലമെന്റുകൾ, ആ സെക്കൻഡ് എലമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമേജ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എലമെന്റ് നമ്മൾ സപ്പോസ് വി ആർ ചൂസിങ് എൻ എലമെന്റ് ലൈക്ക് ദിസ്. ഇപ്പോൾ 1A എന്ന് പറഞ്ഞൊരു എലമെന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് ബിലോങ്സ് ടു R1. അപ്പോൾ നമ്മൾ എന്ത് പറയും? A is the image of 1 എന്ന് പറയും. A ആണ് 1ന്റെ ഇമേജ് എന്ന് നമുക്ക് പറയാം. സെക്കൻഡ് എലമെന്റ് ഇസ് കോൾഡ് ദ ഇമേജ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ്. ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെന്റിനെ നമ്മൾ ഫസ്റ്റ് എലമെന്റിന്റെ ഇമേജ് ആണെന്ന് പറയും. ഓക്കെ, ദെൻ അപ്പോൾ റിലേഷൻസ് നമ്മൾ പറഞ്ഞു സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ആണ്. എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ആണെന്ന് പറഞ്ഞു. ഇനി ആ റിലേഷന്റെ ഡൊമൈൻ, റേഞ്ച്, ഇതൊക്കെ എന്താണ് നമ്മൾ പഠിച്ചു വെക്കാം. എന്താണ് ആ റിലേഷന്റെ ഡൊമൈൻ, എന്താണ് ആ റിലേഷന്റെ റേഞ്ച്, എന്താണ് ആ റിലേഷന്റെ കോഡൊമൈൻ എന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ നോക്കാം, റിലേഷൻ ഉണ്ട്. എയിൽ നിന്നും R എന്ന് പറഞ്ഞ റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. എയിൽ നിന്നും ബിയിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഇതൊക്കെ റിലേഷൻസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളതാണ്. The set of all first elements of the relation. ആ ഫസ്റ്റ് എലമെന്റ്സ് ഓഫ് ദ ഓർഡേർഡ് പെയർസ്, ഓർഡേർഡ് പെയറിൽ വരുന്ന ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷനെയാണ് ഓഫ് ദ റിലേഷൻ. ഇറ്റ് ഈസ് ഫ്രം സെറ്റ് എ. ആ റിലേഷൻ എയിൽ നിന്നും ബിയിലേക്കാണ്. ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഡൊമൈൻ ഓഫ് ദ റിലേഷൻ. ആ ഫസ്റ്റ് എലമെന്റുകളൊക്കെ നമ്മൾ എയിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഡൊമൈൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഏതിന്റെ സബ്സെറ്റ് ആയിരിക്കും? എയുടെ സബ്സെറ്റ് ആയിരിക്കും. ഇഫ് ദ റിലേഷൻ ഇസ് ഫ്രം എ ടു ബീറ്റ, ഡൊമൈൻ എന്ന് പറയുന്നത് ആ എയുടെ സബ്സെറ്റ് ആയിരിക്കും. ആ എയിൽ നിന്നുള്ള എലമെന്റ്സ് ആണ് നമ്മൾ ഏതിലെ എലമെന്റ് ആയിട്ട് പറയുക? ഡൊമൈൻ എലമെന്റ് ആയിട്ട് പറയുക. ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ, അതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയ ഈ റിലേഷൻ നോക്കൂ. അപ്പോൾ ഇവിടെ റിലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഇസ് R1 എന്ന് പറഞ്ഞാൽ 1A 2A അല്ലേ. R1 എന്ന് പറയുന്നത് 1A 2A എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ ഓഫ് ദിസ് R1 ഇസ് 1 ആൻഡ് 2 അല്ലെ. 1ഉം 2ഉം ആയിരിക്കും ഈ ഒരു R1ന്റെ ഡൊമൈൻ. ഫസ്റ്റ് എലമെന്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുക. അത് ആ ഓർഡേർഡ് പെയർ നോക്കണം, എത്ര എലമെന്റ്സ് ആ റിലേഷനിലുണ്ട് നോക്കിയിട്ട്, ആ ഓർഡേർഡ് പെയർ നോക്കിയിട്ട് ആ ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലമെന്റുകളെ നമ്മൾ എഴുതിയാൽ അതിനെ ഡൊമൈൻ ഓഫ് ദ റിലേഷൻ എന്ന് പറയും. ആൻഡ് ദ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് ഓഫ് ദ റിലേഷൻ, ആ സെക്കൻഡ് എലമെന്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? റേഞ്ച് ഓഫ് ദ റിലേഷൻ എന്ന് പറയുക. സെക്കൻഡ് എലമെന്റുകളെ റേഞ്ച് ഓഫ് ദ റിലേഷൻ എന്ന് പറയും. ആ റേഞ്ച് ഇസ് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇവിടുത്തെ റിലേഷൻ ആർ ഫ്രം എ ടു ബി ആയതുകൊണ്ടാണ് കേട്ടോ. ജനറൽ കേസിൽ പറയാൻ പാടില്ല. ഇറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇവിടെ സബ്സെറ്റ് എഴുതുമ്പോൾ നൊട്ടേഷൻ ഈക്വൽ ടു കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ബിന്റെ സബ്സെറ്റ് ആയിരിക്കും. അതായത് സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷൻ, ഓർഡർ പെയറിൽ വരുന്ന സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ച് ഓഫ് ദ റിലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് എവിടെ നിന്ന് എവിടേക്കാണോ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എയിൽ നിന്നും ബിയിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരുന്നത്. ദ ഹോൾ സെറ്റ് ബി, ആ ബി എന്ന് പറഞ്ഞ സെറ്റ് റിലേഷൻ എവിടേക്കാണോ പോകുന്നത്, എവിടെയാണോ പോയി ഇരിക്കുന്നത്, ആ സെറ്റിനെ നമ്മൾ എന്ത് പറയും? കോഡൊമൈൻ ഓഫ് ദ റിലേഷൻ എന്ന് പറയും. ഇറ്റ് ഇസ് കോൾഡ് കോഡൊമൈൻ ഓഫ് ദ റിലേഷൻ. ഓൾവേസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കോഡൊമൈൻ്റെ സബ്സെറ്റ് ആണ് അല്ലെ. റേഞ്ച് ഇസ് ഓൾവേസ് സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. അപ്പോൾ ഇവിടെ എ ടു ബി ആണെങ്കിൽ ഈ ബിനെയാണ് നമ്മൾ എന്ത് പറയുക? കോഡൊമൈൻ എന്ന് പറയും. അവിടെ നമ്മൾ ഓർഡർ പെയർ ഒന്നും നോക്കണ്ട, ജസ്റ്റ് എയിൽ നിന്നും ബിയിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ വിൽ കോൾ ഇറ്റ് ആസ് ദ കോഡൊമൈൻ ഓഫ് ദ റിലേഷൻ. അപ്പോൾ എന്താണ് റിലേഷൻ നമ്മൾ പറഞ്ഞു. എന്താണ് റിലേഷൻ? എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഓർഡേർഡ് പെയറുകളായിട്ട് നമ്മൾ എഴുതുന്ന എലമെന്റുകളുടെ ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ ഡൊമൈൻ ഓഫ് ദ റിലേഷൻ എന്ന് പറയാം അല്ലെ. സെക്കൻഡ് എലമെന്റുകളുടെ കളക്ഷനെ നമ്മൾ റേഞ്ച് ഓഫ് ദ റിലേഷൻ എന്ന് പറയും. ദെൻ ഈ
റിലേഷൻ എവിടേക്കാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, എയിൽ നിന്നും ബിയിലേക്കാണോ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, ആ ബി എന്ന് പറഞ്ഞ സെറ്റിനെ, ഹോൾ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാം, കോഡൊമൈൻ ഓഫ് ദ റിലേഷൻ എന്ന് പറയാം. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ഇനി ഈ സെറ്റ് അല്ലെങ്കിൽ റിലേഷൻ എഴുതാനുള്ള റെപ്രസെൻറ്റേഷൻ നോക്കാം. റിലേഷൻ ആസ് യൂഷ്വൽ സെറ്റ് എഴുതുന്ന പോലെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് റെപ്രസെൻറ്റേഷൻ, ഒന്ന് റോസ്റ്റർ മെത്തേഡ് ഉണ്ട്, പിന്നെ ഒന്ന് സെറ്റ് ബിൽഡർ ഫോം മെത്തേഡ് ഉണ്ട് അല്ലേ. അതായത് ഇപ്പോൾ റോസ്റ്റർ മെത്തേഡ്, ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം, എ എന്ന് പറയുന്ന സെറ്റാണ്. ആ സെറ്റിനകത്ത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എലമെന്റ്സ് എഴുതിയിട്ടുണ്ട്, 1 2 എക്സെട്ര അപ് ടു 10 വരെയുള്ള എലമെന്റ്സ് നമ്മൾ എഴുതിയിട്ടുണ്ട് വിചാരിക്കാം. നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് R ഇസ് ഡിഫൈൻ ഫ്രം എ ടു എ, എയിൽ നിന്നും എയിലേക്കാണ് റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ റിലേഷനിലെ എലമെന്റ്സ് ഞാൻ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുകയാണ്. നോക്കൂ, 1 1 2 4 3 9, ഇങ്ങനെ ഞാൻ ആ റിലേഷനിലെ എലമെന്റ്സ് ലിസ്റ്റ് ചെയ്തു. ഓക്കെ, ഇത് റിലേഷൻ ആണ്. ഈ കാണുന്ന എയിൽ നിന്നും എയിലേക്കുള്ള റിലേഷൻ ആയിരിക്കും. ആ എ ആർ എന്ന് പറയുന്നത് ഏതിന്റെ സബ്സെറ്റ് ആയിരിക്കും, എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. നമുക്കറിയാം എക്സും ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ഒക്കെ എയിൽ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുക അല്ലെ. അപ്പോൾ ഇത് ഒരു റിലേഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതുന്ന ഈ ഒരു ഫോമിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. നമ്മുടെ സെറ്റിന്റെ സാധാരണ റോസ്റ്റർ ഫോം, കോമയിട്ട് വേർതിരിച്ചെഴുതുന്ന റോസ്റ്റർ ഫോം, ടേബുലാർ ഫോം, ലിസ്റ്റ് ഫോം എന്നൊക്കെ പറയുന്ന ആ ഫോമാണ് ഇത്. ഇനി ഇതേ റിലേഷൻ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, R is equal to set of all ordered pair xy such that x, y belongs to A. എക്സും വൈയും എയിൽ നിന്നുള്ള എലമെന്റുകളാണ്. ആൻഡ് നമ്മളിവിടെ റിലേഷൻ പറയാൻ പോവാണ്, എയും ബിയും തമ്മിലുള്ള, അല്ലെങ്കിൽ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, y is equal to x square. y is equal to x square. രണ്ടാമത്തെ എലമെന്റ് ആയിട്ടുള്ള y എന്ന് പറയുന്നത് ആദ്യത്തെ എലമെന്റ് ആയിട്ടുള്ള എക്സിന്റെ സ്ക്വയർ ആണ്, 3ന്റെ സ്ക്വയർ ആണ് 9, 2ന്റെ സ്ക്വയർ ആണ് 4, 1ന്റെ സ്ക്വയർ ആണ് 1. ഇതിന്റെ അപ്പുറത്തേക്ക് എഴുതാത്ത എന്താ, ഇപ്പൊ 4 എടുക്കുകയാണെങ്കിൽ 4ന്റെ സ്ക്വയർ 16 ആണ്. 16 പക്ഷെ എവിടെ ഇല്ല, എയിലില്ല. നമ്മൾ എയിൽ നിന്നും എയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ ആണ്. അതുകൊണ്ട് 4ന്റെ സ്ക്വയർ നമുക്ക് എഴുതാൻ പറ്റില്ല ഈ റിലേഷനിൽ. ഓക്കെ, അപ്പൊ ഈ റിലേഷന്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് നിങ്ങൾ ഈ കണ്ടത്, സെറ്റ് ബിൽഡർ ഫോം. അതായത് സെറ്റ് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഫോം അല്ലെ, ആ റിലേഷൻസ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ഇവിടെ എഴുതുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെറ്റിൽ എഴുതിയത്. ഇവിടെ എഴുതുമ്പോൾ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് വൈ എവിടെ നിന്നാണെന്ന് എഴുതണം, എക്സും വൈയും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്നും എഴുതി വെക്കാം. സിമ്പിൾ ആണ്. അപ്പൊ ഈ രണ്ട് മെത്തേഡുകൾ ഉണ്ട് എന്തിനെ മാർക്ക് ചെയ്യാൻ, റിലേഷൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ. ഓക്കെ, ഇനി ഒരു മെത്തേഡും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആരോ ഡയഗ്രാം എന്ന് പറയുന്നത്. ആരോ ഡയഗ്രാം എന്ന് വെച്ചാൽ ഇപ്പോൾ എയിൽ നിന്ന് എയിലേക്കാണ് റിലേഷൻ എങ്കിൽ എയും നമ്മൾ രണ്ട് എകളൂടെ വരയ്ക്കും. ഇത് എ ആണ്, ഇത് എ ആണ്. ഓക്കെ, ഇതിൽ എയിലെ എലമെന്റ്സ് മൊത്തം എഴുതാം, 1 2 3 4 എക്സെട്ര 10 വരെ എഴുതാം. ഇവിടെയും നമ്മൾ അതേപോലെ തന്നെ 1 2 3 4 എക്സെട്ര പിന്നെ 9 10 വരെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ എയിൽ നിന്നും എയിലേക്കുള്ള റിലേഷൻ, ഈ റിലേറ്റഡ് ആയിട്ടുള്ള എലമെന്റുകൾ 1 1 റിലേറ്റഡ് ആണ് അല്ലെ. അപ്പൊ 1ൽ നിന്നും 1ലേക്ക് ഒരു ആരോ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യും. 1ൽ നിന്നും 1ലേക്ക് ഒരു ആരോ മാർക്ക് ചെയ്യും. പിന്നെ 2ഉം 4ഉം റിലേറ്റഡ് ആണ് അല്ലെ. അപ്പൊ 2ൽ നിന്നും 4ലേക്ക് നമ്മൾ ഒരു ആരോ മാർക്ക് ചെയ്യും. 2ൽ നിന്നും 4ലേക്ക് നമ്മളൊരു ആരോ മാർക്ക് ചെയ്യും. ഓക്കെ, ദെൻ പിന്നെ ആരാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്, 3ഉം 9ഉം റിലേറ്റഡ് ആണ്. 3ൽ നിന്നും 9ലേക്ക് നമ്മളൊരു ആരോ മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയാ, ആരോ ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ ഇവിടെ സെറ്റിന് 3 ടൈപ്പ്, റിലേഷൻസ് പറയുമ്പോൾ 3 ടൈപ്പ് റെപ്രസെന്റേഷൻ നമ്മൾ പറഞ്ഞു. ഒന്ന് സെറ്റ് റോസ്റ്റർ ഫോം, സാധാരണ നമ്മൾ കോമയിട്ട് വേർതിരിച്ച് ഓർഡേർഡ് പെയറുകൾ എഴുതുക. സെറ്റ് ബിൽഡർ ഫോം, ആ പ്രോപ്പർട്ടീസ് എഴുതുന്ന ആ മെത്തേഡ്. പിന്നെ ലാസ്റ്റ് പറഞ്ഞതാണ് ആരോ ഡയഗ്രാം. ഇങ്ങനെ നമുക്ക് ആരോ ഡയഗ്രാം റെപ്രസെന്റേഷൻ റിലേഷൻസിന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റിലേഷൻസിന്റെ റെപ്രസെന്റേഷൻ റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്പർ ഓഫ് റിലേഷൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ എയിൽ നിന്നും ബിയിലേക്കുള്ള റിലേഷൻസിന്റെ എണ്ണം, എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന റിലേഷൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും, ആറിന്റെ എണ്ണമായിരിക്കും. ആറ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആണെന്ന് പറഞ്ഞു. അപ്പോൾ എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആണ് ആറ് എങ്കിൽ എ ക്രോസ് ബിക്ക് എത്ര സബ്സെറ്റുകൾ ഉണ്ട് എന്ന് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, നമ്പർ ഓഫ് റിലേഷൻസ് കിട്ടില്ലേ. അതുകൊണ്ട് തന്നെ the total number of relations that can be defined from a set A to a set B is the number of possible subsets of A cross B. A cross B ക്ക് എഴുതാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള സബ്സെറ്റുകളുടെ എണ്ണമാണ് ഇവിടുത്തെ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എ ക്രോസ് ബിയുടെ സബ്സെറ്റുകളുടെ എണ്ണമാണ് നമ്പർ ഓഫ് റിലേഷൻസ്. നോക്കുക നിങ്ങൾ, എൻ ഓഫ് എ ഈക്വൽ ടു പി ആണ്, എൻ ഓഫ് ബി ഈക്വൽ ടു ക്യൂ ആണ്. എയിൽ പി എലമെന്റ്സും ബിയിൽ ക്യൂ എലമെന്റ്സും ഉണ്ടോ എന്ന് വിചാരിക്കുക. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും, പി ക്യൂ എലമെന്റ്സ് ഉണ്ടാവും.
ഓക്കെ, എ ക്രോസ് ബിക്ക് എത്ര എലമെന്റ്സ് ഉണ്ടാവും? പി ക്യു എലമെന്റ്സ് ഉണ്ടാവും. ദെൻ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ പി ക്യു എലമെന്റ് ഉള്ള ഒരു സെറ്റിൽ, n എലമെന്റ് ഉള്ള ഒരു സെറ്റിൽ 2n സബ്സെറ്റുകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ പി ക്യു എലമെന്റ് ഉള്ള ഒരു സെറ്റിന് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും? 2pq സബ്സെറ്റുകൾ ഉണ്ടാവും. അപ്പൊ ഇതാണ് റിലേഷൻസിന്റെ എണ്ണം. എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന റിലേഷൻസിന്റെ എണ്ണം 2pq ആണ്. എക്സാമ്പിൾ നോക്കിക്കോളൂ. r is defined from a to b ആണെന്ന് വിചാരിക്കാം. എക്കകത്ത് n of a എന്ന് പറയുന്നത് 2, n of b എന്ന് പറയുന്നത് 3. എയിൽ 2 എലമെന്റ്സും ബിയിൽ 3 എലമെന്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. എത്ര റിലേഷൻസ് ഉണ്ടാവും? നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്പർ ഓഫ് റിലേഷൻസ് ഇസ് ഈക്വൽ ടു 2 raised to 2 into 3, 2 raised to 6. എത്ര ഉണ്ടാവും? 64 റിലേഷൻസ് കാണും. ഓക്കെ, 64 റിലേഷൻസ് കാണും. ഓക്കെ, യെസ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ജോയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ പേരോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ക്ലാസ്സിൽ കാണാമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക, ഷെയർ ചെയ്യുക. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെയൊക്കെ വിളിക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇന്നലെ ക്ലാസ് തുടങ്ങിയത് കൊണ്ട് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 raised to pq ആണ്. ഇവിടെ pq എന്ന് പറഞ്ഞാൽ എന്താണ്? n of a cross b, അതായത് a cross b എലമെന്റ്സിന്റെ എണ്ണമാണ് അല്ലെ. അപ്പൊ എയിൽ 4 എലമെന്റും ബിയിൽ 5 എലമെന്റും ഉണ്ടെങ്കിൽ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 4 × 5 20 എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻ ഉണ്ടാവും? 2 raised to 20 റിലേഷൻസ് ഉണ്ടാവും. 2 raised to 20 റിലേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്പർ ഓഫ് റിലേഷൻസ് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫങ്ഷൻസ്. എന്താണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ? റിലേഷൻസ് തന്നെയാണ് ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. റിലേഷൻസിനെ നമ്മൾ ആർ എന്ന് പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തിരുന്നു. ഫങ്ഷൻസിനെ നമ്മൾ എഫ് എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ എയിൽ നിന്നും ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ തന്നെയാണ് എന്ത്? ഫങ്ഷൻ. എപ്പോഴാണ് ഒരു റിലേഷൻ ഫങ്ഷൻ ആവുക? ഓക്കെ, എ റിലേഷൻ ഫ്രം എ ടു ബി ഈസ് സെഡ് ടു ബി എ ഫങ്ഷൻ ഇഫ് എപ്പോഴാണ്? എവറി എലമെന്റ് ഓഫ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ സെഡ് ടു ബി. എയിലുള്ള എല്ലാ എലമെന്റുകൾക്കും ബിയില് 1 and only 1 ഇമേജ് ഉണ്ടാവുമ്പോൾ, ഓക്കെ, എയിലുള്ള എല്ലാ എലമെന്റുകൾക്കും ബിയില് 1 and only 1 ഇമേജ് ഉണ്ടാവുമ്പോൾ, ദാറ്റ് ഇസ്, ഇപ്പൊ നമ്മൾ ആരോ ഡയഗ്രാം വരച്ച് ഒരു സെറ്റ് ഇവിടെ പറഞ്ഞു, ഒരു സെറ്റ് ഇവിടെ പറഞ്ഞു. ഇത് എ എന്ന് പറഞ്ഞ സെറ്റാണ്, ഇത് ബി എന്ന് പറഞ്ഞൊരു സെറ്റാണ്. ഇതിനകത്ത് 1 2 3 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. ഇതിനകത്ത് എ ബി എന്ന് പറഞ്ഞ എലമെന്റ് ആണുള്ളത്. ഓക്കെ, നമ്മൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ റിലേഷൻ മാർക്ക് ചെയ്യാൻ പോവാണ്. റിലേഷൻ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ 1ൽ നിന്നും എയിലേക്ക് മാർക്ക് ചെയ്തു, 2ൽ നിന്നും എയിലേക്ക് മാർക്ക് ചെയ്തു, 3ൽ നിന്നും നമ്മൾ എയിലേക്ക് മാർക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഒരു റിലേഷൻ നമ്മൾ മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് റിലേഷൻ ആണെന്ന് നമുക്കറിയാം. 1ന്റെ ഇമേജ് ആയിട്ട് നമുക്ക് ആരെ പറയാം? എനെ പറയാം. പിന്നെ 2ന്റെ ഇമേജ് ആയിട്ടും ആരാണുള്ളത്? എ ആണുള്ളത്. 3ന്റെ ഇമേജും ആയിട്ടും ആരാണുള്ളത്? എ ആണുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? 1ന് ഇമേജ് ഉണ്ടോ? ഉണ്ട്. 2ന് ഇമേജ് ഉണ്ടോ? ഉണ്ട്. 3ക്ക് ഇമേജ് ഉണ്ടോ? ഉണ്ട്. എല്ലാത്തിനും ഇമേജ് ഉണ്ട്. എവറി എലമെന്റ് ഹാസ് ഇമേജ്. എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ട്. ഇനി ഒരു എലമെന്റിന് ഒരു ഇമേജ് അല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ഉറപ്പുവരുത്താം. അപ്പൊ 1ന് എ എന്ന് പറഞ്ഞൊരു ഇമേജ് ഉള്ളൂ. ഓക്കെ, 1ന് വേറെ ഏതെങ്കിലും ഇമേജ് ഉണ്ടോ? 1ന് ഇവിടെ വേറെ ഇമേജ് ഒന്നുമില്ല. 1ൽ നിന്നും വേറെ ലൈൻ വരുന്നുണ്ടോ നോക്കുക. 1ൽ നിന്നും വേറെ ലൈൻ ഒന്നും വരുന്നില്ല. 1ന് ഇമേജ് ഇല്ല, വേറെ ഇമേജ് ഇല്ല, ഒരു ഇമേജ് ഉള്ളൂ. 2 നോക്കുക, 2ക്ക് ഒരു ഇമേജ് ഉണ്ട്, 2ന് വേറെ ഇമേജ് ഒന്നുമില്ല. 3ക്ക് ഇമേജ് ഉണ്ട്, 3ക്ക് വേറെ ഇമേജ് ഒന്നുമില്ല. അപ്പോൾ ഓരോ ഫസ്റ്റ് എലമെന്റുകളും എന്താണ്? ഡിഫറെന്റ് അല്ലേ നോക്കുക. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ഓർഡേഡ് പെയർ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എഴുതാൻ പറ്റുക. 1a 2a and 3a എന്ന് എഴുതാം. 1a 2a and 3a എന്ന് എഴുതാം നമുക്ക്. ഇവിടെ 1 2 3 എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് എടുക്കുന്ന എലമെന്റുകൾ എല്ലാ ഫസ്റ്റ് എലമെന്റുകളും ഡിസ്ജോയിന്റ് അല്ലേ, ഡിസ്റ്റിങ്ക്ട് അല്ലേ എന്ന് കൺഫേം ചെയ്യുക. ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ ആ റിലേഷൻ എന്താണ്? ഫംഗ്ഷൻ ആണ്. എവറി എലമെന്റ് ഇൻ എ ഹാസ് ഇമേജ്. പക്ഷെ ആ ഇമേജ് യുണീക്ക് ആയിരിക്കണം. 1 and only 1 ഇമേജ് ഉണ്ടാവാൻ പാടുള്ളൂ. 1ന്റെ ഇമേജ് ഒരെണ്ണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 2ന്റെ ഇമേജ് ഒരെണ്ണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. 3ന്റെ ഇമേജ് ഒരെണ്ണം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ്, അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ആ റിലേഷനെ നമ്മൾ എന്ത് പറയും? ഫംഗ്ഷൻ എന്ന് പറയും. ദെൻ വിൽ കോൾ ഇറ്റ് ആസ് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ റിലേഷൻ തന്നെയാണ് ഫംഗ്ഷൻ. എ ക്രോസ് ബിയുടെ സബ്സെറ്റ് തന്നെയാണ് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ പറയേണ്ടത്. പക്ഷെ ആ സബ്സെറ്റിനെ നമ്മൾ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യണം? ആ എ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റുകൾക്കും ഇമേജ് ഉണ്ടാവണം. അപ്പോൾ ഒരു
റിലേഷൻ എഴുതുമ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ഇപ്പം 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ഈ കാണുന്ന റിലേഷൻ ഫംഗ്ഷൻ ആയിട്ട് മാറണമെങ്കിൽ ആ ഫംഗ്ഷനിലും 3 ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള എലമെന്റ്സ് വേണം. 3 എലമെന്റ്സ് വേണമെന്ന് മാത്രമല്ല ആ 3 എലമെന്റുകളുടെയും ഫസ്റ്റ് എലമെന്റുകൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ 3 എലമെന്റ്സ് തന്നെ ആയിരിക്കണം. എയിലുള്ള 3 ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് തന്നെ ആയിരിക്കണം. അപ്പൊ നമ്മളൊരു ഓർഡേഡ് പെയറുടെ ഒരു കളക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ പറയും. സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ അവിടെ ഫംഗ്ഷൻ ആണോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? എല്ലാ ഓർഡേഡ് പെയറിന്റെയും ഫസ്റ്റ് എലമെന്റുകൾ ഡിസ്റ്റിങ്ക്ട് അല്ലേ നോക്കുക. ഇവിടെ 1, 2, 3 റിപ്പീറ്റഡ് ആയിട്ട് 1 രണ്ടാമതോ 3 രണ്ടാമതോ 2 രണ്ടാമതോ വന്നിട്ടില്ലല്ലോ എന്ന് കൺഫേം ചെയ്യാം. വന്നിട്ടുണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല, വന്നിട്ടില്ലെങ്കിൽ അത് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. റിലേഷൻ തന്നെയാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ അതിനകത്ത് വേറൊരു ഡെഫിനിഷൻ കൂടെ പറയുന്നത് ഇൻ അതർ വേർഡ്സ് എ ഫംഗ്ഷൻ ഇസ് എ റിലേഷൻ ഫ്രം എ നോൺ എംപ്റ്റി സെറ്റ് എ ടു എ നോൺ എംപ്റ്റി സെറ്റ് ബി such that the domain of f is a. a ആയിരിക്കും ആ എഫിന്റെ ഡൊമൈൻ. കാരണം എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടാവണം? ഓർഡേഡ് പെയറിൽ ഉണ്ടാവണം. No two distinct ordered pairs in A, ordered pairs in F have the same first element. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഓർഡേഡ് പെയറിൽ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സിന് എന്ത് ഉണ്ടാവാൻ പാടില്ല? സെയിം ഫസ്റ്റ് എലമെന്റ് ഉണ്ടാവാൻ പാടില്ല. അതായത് ഫസ്റ്റ് എലമെന്റ്സ് ഒക്കെ ഡിസ്റ്റിങ്ക്ട് ആയിരിക്കണം എന്നർത്ഥം. അങ്ങനെയുള്ള റിലേഷൻസിനെ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇനി ആ ഫംഗ്ഷന്റെ നൊട്ടേഷൻ ആണ് നമ്മളിവിടെ പറയുന്നത്. ഫംഗ്ഷൻ ഫ്രം എ ടു ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ നമ്മൾ എ ബി ബിലോങ്സ് ടു എഫ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ബി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ എന്ന് പറയാം, അല്ലെങ്കിൽ എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയാം. അതായത് ഇതിന്റെ അർത്ഥം എയുടെ ഇമേജ് ആണ് ബി. ബി ഈസ് കോൾഡ് ദ ഇമേജ് ഓഫ് എ അണ്ടർ എഫ്. എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് എയുടെ ഇമേജ് ആണ് ബി എന്ന് നമുക്ക് പറയാം. അതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ബി ഈക്വൽ ടു എഫ് ഓഫ് എ, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു എഫ് ഓഫ് വൈ, അല്ലെങ്കിൽ വൈ ഈക്വൽ ടു, നോർമലി നമ്മൾ അങ്ങനെ എഴുതാറുള്ളത് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് എഴുതാറുള്ളത്. അങ്ങനെ തന്നെ എഴുതാം. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? y ഈസ് ദ ഇമേജ് ഓഫ് എക്സ് അണ്ടർ എഫ് എന്ന് മനസ്സിലാക്കുക. ആൻഡ് അതുപോലെ തന്നെ തിരിച്ചും പഠിക്കാം. എന്ത്? എക്സ് എന്ന് പറയുന്നത് വൈയുടെ പ്രീ ഇമേജ് ആണെന്നും പഠിക്കാം. ഓക്കെ, എ ഈസ് ദ പ്രീ ഇമേജ് ഓഫ് ബി, അല്ലെങ്കിൽ എക്സ് ഇസ് ദ പ്രീ ഇമേജ് ഓഫ് വൈ എന്നും പഠിക്കാം. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് y ഈസ് ദ ഇമേജ് ഓഫ് x അല്ലെ, ആൻഡ് x ഇസ് ദ പ്രീ ഇമേജ് ആണ് x എന്നും മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് ഫംഗ്ഷൻസിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കുള്ള ക്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കണം. +1 ആദ്യം കാണാറോ? ഓക്കെ, അപ്പോൾ +1ന്റെ ക്ലാസ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയണം. അത് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർ ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാം. +2 ഓൾറെഡി കംപ്ലീറ്റ് അപ്ലോഡഡ് ആണ്. ഇനിയും ലൈവ് ക്ലാസ്സസ് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഫംഗ്ഷൻ. ഇനി അതിന്റെ ഡൊമൈനും റേഞ്ചും അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഡൊമൈനും റേഞ്ചും ഒക്കെ നമുക്കിവിടെ പറയാം. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്താണ് ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു മിനിറ്റ്. ഒരു ഫംഗ്ഷൻ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എന്ന് വിചാരിക്കാം. ഫ്രം എ ടു ബി ഡിഫൈൻ ചെയ്തിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എഫ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൊമൈൻ ഇസ് എ. എ തന്നെയാണ് ഇവിടെ എല്ലാ സമയത്തും ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ അല്ലേ. ദെൻ കോഡൊമൈൻ എന്ന് പറയുന്നത് എവിടേക്കാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് അതാണ് കോഡൊമൈൻ. അപ്പൊ ബി ആണ് ഇവിടുത്തെ കോഡൊമൈൻ. ഓക്കെ, ബി ഇസ് ദ കോഡൊമൈൻ. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ a collection of all images. ഇമേജസിന്റെ കളക്ഷൻ ആണ്. അതായത് ഓർഡേഡ് പെയറിൽ ഇടുന്ന രണ്ടാമത്തെ എലമെന്റുകൾ നമ്മൾ എഫ് ഓഫ് എ എന്ന് പറയാം. എ ബിലോങ്സ് ടു എ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? റേഞ്ച് എന്ന് പറയാം. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ഓൾവേസ് എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ. കോഡൊമൈൻ്റെ സബ്സെറ്റ് ആയിരിക്കും എന്ത്? എല്ലാ സമയത്തും റേഞ്ച്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഡൊമൈൻ എ ആണ്, കോഡൊമൈൻ ബി ആണ്. അത് ഫിക്സഡ് ആണ്, അത് മാറില്ല. എഫ് ഫ്രം എ ടു ബി ആണെങ്കിൽ ഏത് സെറ്റിൽ നിന്നാണോ ഫംഗ്ഷൻ തുടങ്ങുന്നത് അതാണ് ഡൊമൈൻ. എവിടെയാണ് അവസാനിക്കുന്നത് അതാണ് കോഡൊമൈൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ ഇമേജസിന്റെ കളക്ഷനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. റിലേഷൻസിലെ ഡൊമൈനും ഫംഗ്ഷനിലെ ഡൊമൈനും വ്യത്യാസം എന്താ? റിലേഷനിലെ ഡൊമൈൻ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്സ് ഇൻ ദ ഓർഡേഡ് പെയർ അല്ലെ ഓഫ് ദ റിലേഷൻ.
അപ്പോൾ റിലേഷനിലെ ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. ഫംഗ്ഷനിലും സെയിം ഡെഫിനേഷൻ ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഫസ്റ്റ് എലമെന്റുകളുടെ കളക്ഷൻ തന്നെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. പക്ഷെ റിലേഷനും ഫംഗ്ഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റിലേഷനിൽ എ മുഴുവനായിട്ടും ഫസ്റ്റ് എലമെന്റ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഫംഗ്ഷനിൽ എ മുഴുവനായിട്ടും ഫസ്റ്റ് എലമെന്റുകൾ ആവണം എന്ന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡൊമൈൻ എപ്പോഴും എ കിട്ടുന്നു മാത്രം, അല്ലാതെ വേറെ ഡെഫിനേഷനിൽ വ്യത്യാസമൊന്നുമില്ല. സെയിം ഡെഫിനേഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണെന്ന് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് ആണ്. കുറച്ച് ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം. റിലേഷൻസ്, ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. സെക്കൻഡ് ഫംഗ്ഷൻ ഇസ് റിയൽ ഫംഗ്ഷൻ. ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഫ്രം anywhere to set of all real numbers or subset of R. ആറിലേക്കോ ആറിന്റെ സബ്സെറ്റിലേക്കോ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, അതായത് ഈ ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഈ ഫംഗ്ഷന്റെ വില അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എവിടെയാണ് ഉണ്ടാവുക? ബിയിലാണ് ഉണ്ടാവുക, അല്ലെ? എഫ് ഓഫ് എ എന്ന് പറയുന്ന എലമെന്റുകളൊക്കെ എവിടെ ഉണ്ടാവുക? ബിയിലാണ് ഉണ്ടാവുക. ഇതാണ് വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ. ഈ എഫ് ഓഫ് എനെയാണ് നമ്മൾ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ ആറോ അല്ലെങ്കിൽ ആറിന്റെ സബ്സെറ്റോ ഏതോ റിയൽ നമ്പറോ അല്ലെങ്കിൽ റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റോ ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആറിൽ നിന്ന് ആറിലേക്കോ അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് ആറിൽ നിന്ന് സബ്സെറ്റ് ഓഫ് ആറിലേക്കോ ആണെങ്കിൽ നമ്മൾ ഇതെന്ത് പറയും? റിയൽ ഫംഗ്ഷൻ എന്ന് പറയും. അവിടെ വാല്യൂ മാത്രമല്ല, അതിന്റെ ഡൊമൈനും റിയൽ ഫംഗ്ഷൻ എന്ന് പറയും. വാല്യൂ മാത്രമല്ല, ഡൊമൈനും റിയൽ നമ്പറുകളായിരിക്കും കേട്ടോ. അതുകൊണ്ട് റിയൽ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയും. അതായത് ഈ ഫംഗ്ഷൻ ഇസ് ഡിഫൈൻഡ് ഫ്രം anywhere to set of all real numbers or subset of real numbers. It is called real valued function. Function is defined from set of all real numbers to set of all real numbers or subset of real numbers to subset of real numbers is called real function. ഓക്കെ, നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് 90% അല്ലെങ്കിൽ 99% ക്വസ്റ്റ്യൻസിൽ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തായിരിക്കും? റിയൽ ഫംഗ്ഷൻസ് ആയിരിക്കും കേട്ടോ. ദെൻ നെക്സ്റ്റ് ഫസ്റ്റ് ടൈപ്പ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഫ്രം ആർ ടു ആർ, റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. ആൻഡ് ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ. ആറിലുള്ള എല്ലാ എക്സുകൾക്കും എക്സ് തന്നെ തരുന്ന ഫംഗ്ഷനാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഗ്രാഫ് ഒക്കെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഇത് എക്സ്, ഇത് വൈ. നമ്മൾ എക്സ് എന്താണോ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് വൈ ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഇവിടെ എക്സ് 1 കൊടുത്താൽ വൈയും എന്തായിരിക്കും? 1 ആയിരിക്കും. എക്സ് 2 കൊടുത്താൽ വൈയും എന്തായിരിക്കും? 2 ആയിരിക്കും. എക്സ് 0 കൊടുത്താൽ വൈയും 0 ആയിരിക്കും. എക്സ് -1 കൊടുത്താൽ വൈയും -1 ആയിരിക്കും. അങ്ങനെയുള്ള ഫംഗ്ഷൻ. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് അതിന്റെ ഡെഫിനിഷൻ പറയുന്നത്. ആൻഡ് ഇവിടെ ഡൊമൈനും റേഞ്ചും എന്ത് തന്നെയാണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1 കൊടുത്താൽ 1 തന്നെ കിട്ടും. 0.5 കൊടുത്താൽ 0.5 തന്നെ കിട്ടും. ഏതാണോ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഫംഗ്ഷനാണ്. അപ്പോൾ അതിന്റെ ഡൊമൈനും റേഞ്ചും എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ പഠിക്കുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ ഗ്രാഫ്, അതിന്റെ ഡൊമൈനും റേഞ്ചും അത് പഠിച്ചു വെക്കുക. ഡെഫിനിഷൻ, ഗ്രാഫ് ആൻഡ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓക്കെ, ഐഡന്റിറ്റി ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ നോക്കുക. ഇറ്റ് ഇസ് കോൾഡ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എഫ് ഫ്രം ആർ ടു ആർ തന്നെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഈ ഫംഗ്ഷൻ. ആർ ടു ആർ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ തന്നെയാണ്. റിയൽ നമ്പേഴ്സ് ടു റിയൽ നമ്പേഴ്സ് ആണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു സി. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് സി ആണ് എങ്കിൽ ആ ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുക. അതിന്റെ റേഞ്ച് എപ്പോഴും എന്തായിരിക്കും? ഒരു എലമെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡൊമൈൻ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. എക്സിന് നിങ്ങൾ ഏത് വാല്യൂ കൊടുത്താലും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എല്ലാ സമയത്തും ഒരു കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുക. ആ കോൺസ്റ്റന്റ് എവിടെയാണ് നിങ്ങൾ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ ഗ്രാഫ് ഉണ്ടാവുക കേട്ടോ. ഇപ്പോൾ കോൺസ്റ്റന്റ് നമ്മൾ പറയുന്നത് +1 ആണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ +2 ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് +2, വൈൻ്റെ വാല്യൂ ആണ് +2 ആയിട്ട് വരിക. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ പോകുന്ന ലൈനാണ്, ഈ 2യിലൂടെ പോകുന്ന ഈ ലൈനാണ്. ഇതാണ് 2 എന്ന് പറയുന്ന ആ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്നാണ് നമ്മൾ എഴുതുക ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ. ആറിൽ നിങ്ങൾ ഏത് എക്സ് കൊടുത്താലും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എപ്പോഴും എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി -3 ആണ് അല്ലെങ്കിൽ -1 ആണ് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ ഇവിടെ ആയിരിക്കും ഗ്രാഫ് വരിക. ഓക്കെ, അവിടെ ഫംഗ്ഷന്റെ ഗ്രാഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയാണ് പറയുക, -1 ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ. ഇതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണോ നിങ്ങൾ എടുക്കുന്ന കോൺസ്റ്റന്റ് വാല്യൂ അതായിരിക്കും അതിന്റെ
റേഞ്ച്. പിന്നെ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് അതിന്റെ ഡൊമൈൻ. ഓക്കെ, അപ്പോൾ അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. പിന്നെ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ് വരുന്ന ഔട്ട്പുട്ട് ആയിട്ട് പോളിനോമിയൽസ് വരുന്ന ഫംഗ്ഷൻ അല്ലെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റൈസ് ടു എൻ ജനറൽ ഫോം ആണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൺ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് അല്ലെ. ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻസിനെയാണ് നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുക. ഡിപ്പെൻസ്, ഇതിന്റെ ഗ്രാഫ് ഓരോ ഫംഗ്ഷനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് എക്സ് ക്യൂബിന്റെ ഗ്രാഫൊക്കെ സാധാരണ ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം, എക്സ് സ്ക്വയർ എക്സ് ക്യൂബിന്റെ ഗ്രാഫൊക്കെ. ദെൻ റാഷണൽ ഫംഗ്ഷൻ ആണ് നെക്സ്റ്റ്. എന്താണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഫോമാറ്റിൽ എഴുതാൻ പറ്റുന്ന ഫംഗ്ഷനെയാണ് റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയാം. അവിടെ ജി ഓഫ് എക്സ് എന്താവാൻ പാടില്ല, സീറോ ആവാൻ പാടില്ല. ജി ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു സീറോ. ഇങ്ങനത്തെ ഫംഗ്ഷനാണ് നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയാം. 2x ബൈ എക്സ് പ്ലസ് വൺ വേർ എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു മൈനസ് വൺ. ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആണ്. വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എഫ് ഓഫ് എക്സ് നോ അല്ലെങ്കിൽ ജി ഓഫ് എക്സ് നോ എച്ച് ഓഫ് എക്സ് എന്നൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ റാഷണൽ ഫംഗ്ഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കും. ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ ഡിഫൈൻഡ് അല്ലാത്ത പോയിന്റ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ നിന്നും ഒഴിവാക്കിയത്. എഫ് ഫ്രം ആർ ടു ആർ ആയിരിക്കും. അപ്പോൾ ആറിൽ നിന്നും എന്ത് ഒഴിവാക്കണം, മൈനസ് വണ്ണിനെ ഒഴിവാക്കണം. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ സീറോ ആവുന്ന സിറ്റുവേഷൻ ആണ് അല്ലെ. എക്സ് പ്ലസ് വൺ ഈക്വൽ ടു സീറോ. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് വൺ ആണ് വരിക. ആ എക്സ് ഈക്വൽ ടു മൈനസ് വൺ എവിടെ നിന്ന് ഒഴിവാക്കണം, ആറിൽ നിന്ന് നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഡൊമൈൻ എഴുതുമ്പോൾ നമ്മൾ ആർ മൈനസ് സെറ്റ് മൈനസ് വൺ എന്ന് എഴുതണം. ഇതാണ് ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഡൊമൈൻ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആർ ടു ആർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇതിനെ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയും. ഇത് എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ് നമുക്ക് തരിക. എപ്പോഴും പോസിറ്റീവ് വാല്യൂ തരിക. എഫ് ഓഫ് മൈനസ് ടു കൊടുത്താലും നമുക്ക് തരുന്നത് പോസിറ്റീവ് ടു ആണ്. എഫ് ഓഫ് ടു കൊടുത്താലും നമുക്ക് തരുന്നത് പോസിറ്റീവ് ടു ആണ്. എഫ് ഓഫ് മൈനസ് 1.5 കൊടുത്താലും നമുക്ക് തരുന്നത് 1.5 ആണ്. ഇങ്ങനെയുള്ള എപ്പോഴും പോസിറ്റീവ് ആയിട്ട് വരുന്ന ഫംഗ്ഷനാണ് നമ്മൾ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയാം. അതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഇങ്ങനെയും കൂടെ എഴുതും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ മൈനസ് എക്സ് ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ സീറോ. എന്തുകൊണ്ടാണ് മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ സീറോ എന്ന് പറയുന്നത്? എക്സിന്റെ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് കൂടെ പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൈനസ് എക്സ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഒരു വി ടൈപ്പ് ആയിരിക്കും ഇതിന്റെ ഗ്രാഫ്, ലൈക്ക് ദിസ്. ഇതാണ് എക്സ്, ഇതാണ് വൈ. ഇങ്ങനെ ഒരു വി ടൈപ്പ് ആണ് ഇതിന്റെ ഗ്രാഫ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഡൊമൈനും റേഞ്ചും നിങ്ങൾ നോക്കണം. ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഡൊമൈൻ ഇസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്, ക്ലോസ് ടു സീറോ ഓപ്പൺ ഇൻഫിനിറ്റി. ഇതായിരിക്കും ഇതിന്റെ റേഞ്ച്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഈ ഫംഗ്ഷൻ ചില മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. മോഡ് എക്സ് പ്ലസ് വൺ എന്താണ്, മോഡ് എക്സ് മൈനസ് വൺ എന്താണ്, മോഡ് എക്സ് അല്ലെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് പ്ലസ് വൺ എന്താണ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കാം. നെക്സ്റ്റ് വരുന്ന ഫംഗ്ഷൻ ആണ് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഫ്രം ആർ ടു ആർ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ ഇഫ് എക്സ് ഇസ് ലെസ് ദാൻ സീറോ, ഈക്വൽ ടു സീറോ ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ ആൻഡ് വൺ ഇഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. അതായത് എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ വണ്ണും, എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ മൈനസ് വണ്ണും, എക്സിന്റെ വാല്യൂ സീറോ ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ സീറോയും ആവുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇത് എക്സ്, ഇത് വൈ. എക്സിന്റെ പോസിറ്റീവ് വാല്യൂസിനൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ വൺ ആണ്. ഓക്കെ, അതിവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ടച്ച് ചെയ്യില്ല, ഇങ്ങനെയാണ് ഇത്. ഓക്കെ, ദെൻ സീറോ ആകുമ്പോൾ സീറോ, അപ്പോൾ ഇവിടെ ടച്ച് ചെയ്യും, അവിടെ ഒന്ന് ബോൾഡായിട്ട് മാർക്ക് ചെയ്യാം. ആൻഡ് മൈനസ് വൺ വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് വരുമ്പോൾ മൈനസ് വൺ ആയിരിക്കും, ഇവിടെ ടച്ച് ചെയ്യില്ല, ഇങ്ങനെ വരയ്ക്കാം. ഇതാണെന്ത് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ്. ഓക്കെ, ഇത് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫാണ്, ശ്രദ്ധിക്കുക. ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് വൺ, സീറോ, വൺ. ആകെ മൂന്ന് വാല്യൂസ് ആണ് ഇതിന്റെ റേഞ്ചിൽ ഉണ്ടാവുക, മൈനസ് വൺ, സീറോ ആൻഡ് വൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. എന്താണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്നുള്ളത് നോക്കിക്കോളൂ. എഫ് ഓഫ് എക്സ്, എഫ് ഫ്രം ആർ ടു ആർ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ബോക്സ് എക്സ് എന്നാണ് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യുക. വേർ എക്സ് അസ്യൂംസ് അല്ലെങ്കിൽ ബോക്സസ് അസ്യൂംസ് ദ ലാർജസ്റ്റ് വാല്യൂ, assumes the value greatest integer which is less than or equal to x. എക്സോ എക്സിന് താഴെയോ വരുന്ന ഏറ്റവും വലിയ ഇൻറ്റിജർ ആയിരിക്കും ബോക്സ് എക്സിനകത്ത് വരിക. അതായത് ബോക്സ് എക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്,
which is equal to the greatest integer ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എക്സോ എക്സിന് താഴെയോ വരുന്ന ഇന്റിജറുകളിൽ ഏറ്റവും വലുത്, അതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ ഗ്രാഫ് വരുന്നത് ശ്രദ്ധിക്കണം നിങ്ങൾ. അതിന് മുമ്പ് നമുക്ക് ഇത് എങ്ങനെയാണ് വരിക നോക്കാം. നമുക്ക് 0.2 എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ ബോക്സ് എക്സിനകത്ത് കൊടുത്തു വിചാരിക്കുക. ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? ഇതിനോ അല്ലെങ്കിൽ ഇതിന് താഴെയോ വരുന്ന ഏറ്റവും വലിയ ഇന്റിജർ 0.2നേക്കാളും താഴെ എന്ന് പറഞ്ഞാൽ 0 വരും, -1 വരും, -2 വരും അല്ലെ. അതിൽ ഏറ്റവും വലുത് അതേതാണ്? 0 ആണ്. പിന്നെ 1.5 അതെന്താ വരിക? ഇതിനേക്കാളും താഴെ വരുന്ന ഏറ്റവും വലിയ ഇന്റിജർ 1 അല്ലെ. അപ്പൊ 1.9 ഇത് ശ്രദ്ധിക്കണം. ഇതിനേക്കാളും താഴെ വരുന്ന, എപ്പോഴും താഴേക്ക് എഴുതാൻ പാടുള്ളൂ 1 അല്ലെ. അതേപോലെ 2.01 ഏതാണ് വരിക? 2.01 എന്ന് പറഞ്ഞാൽ 2 ആണ് വരിക അല്ലെ. അപ്പൊ ഇതിലേക്ക് താഴെ എഴുതുള്ളൂ. ഓക്കെ, അത് ശ്രദ്ധിക്കാം. ഇനി അതേപോലെ തന്നെ -1.2 -1.2 താഴെ വരുന്ന നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്. ഇറ്റ് ഇസ് -2 ശ്രദ്ധിക്കണേ. അതേപോലെ -0.5 ഏതാണ് എഴുതേണ്ടത്? ഇറ്റ് ഇസ് -1 അല്ലെ. -1.9 ഏതാണ് എഴുതേണ്ടത്? ഇറ്റ് ഇസ് -2. -2.1 ഏതാണ് എഴുതേണ്ടത്? ഇറ്റ് ഇസ് -3. ഓക്കെ, ഇങ്ങനെ താഴോട്ടാണ് നമ്മൾ എഴുതി പോകേണ്ടത്. അത് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം അതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരിക? 0 മുതൽ 1 വരെ നമ്മൾ 0യിൽ മാർക്ക് ചെയ്യും. 1 എത്തിയാൽ അവിടെ നിന്ന് ചാടിയിട്ട് എവിടേക്ക് പോകും? 1ലേക്ക് പോകും. 2 എത്തിയാൽ അവിടെ നിന്ന് ചാടിയിട്ട് എവിടേക്ക് പോകും? 2ലേക്ക് പോകും. 3 എത്തിയാൽ അവിടെ നിന്ന് ചാടിയിട്ട് മുകളിലോട്ട് പോകും അല്ലെ. ഇങ്ങനെ വരുന്ന ഫംഗ്ഷനാണ്. അതേപോലെ തന്നെ നെഗറ്റീവിന്റെ കേസിലും ഇങ്ങനെ തന്നെയാണ് വരിക. ഇതുപോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയും. ഇത് സ്റ്റെപ്പ് കയറി പോകുന്ന പോലെ തോന്നില്ലേ? ഒരു സ്റ്റെപ്പ് പോലെ തോന്നും. അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡൊമൈനും റേഞ്ചും നമ്മൾ നോക്കണം. ഇതിന്റെ ഡൊമൈൻ എന്താ വരിക? ഡൊമൈൻ എപ്പോഴും സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആയിരിക്കും അല്ലെ. ആയിരിക്കും. ആൻഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഇന്റിജേഴ്സ് ആയിരിക്കും. സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ് അല്ലെ. അതായത് മൈനസ് വരുന്നത്, 0 വരുന്നത്, പോസിറ്റീവ് നമ്പേഴ്സ് വരുന്നതൊക്കെ ഇന്റിജേഴ്സ് ആയിരിക്കും ഇതിന്റെ റേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ്. ആ റിയൽ ഫംഗ്ഷൻസിന്റെ ഓൾജിബ്ര എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ റിയൽ ഫംഗ്ഷൻസ് ചെയ്യുന്നത്. ഇപ്പൊ 2 ഫംഗ്ഷൻസ് നമ്മൾ എടുക്കുന്നു. എഫ് ഫ്രം ആർ ടു ആർ, ഓക്കെ, ആൻഡ് ജി ഫ്രം ആർ ടു ആർ. 2 റിയൽ ഫംഗ്ഷൻസ് ആണ് എന്ന് വിചാരിച്ചോളൂ. ആൻഡ് ഇതിന്റെ അഡീഷൻ എന്ന് പറയുന്നത് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ. ആറിൽ നിന്നും ആറിലേക്ക് ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആണ്. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാവും? എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്നുണ്ടാവും ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ. ഇതാണ് അഡീഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സബ്ട്രാക്ഷൻ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എഫ് മൈനസ് ജി. ഇറ്റ് ഈസ് അഗെയിൻ എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ. ആറിൽ നിന്നും ആറിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. ആൻഡ് എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു ആർ. ഓക്കെ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇതിനെ പോയിന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും കേട്ടോ. പോയിന്റ് വൈസ് മൾട്ടിപ്ലിക്കേഷൻ എന്നും പറയാറുണ്ട്. അത് എഫ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഇസ് ഫ്രം ആർ ടു ആർ തന്നെയാണ്. ആൻഡ് എഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്. of x into g of x for every x belongs to R. Then multiplication by a scalar ആണ് ഇവിടെ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 ഫംഗ്ഷൻസ് എന്ന് എഴുതിക്കോളൂ നിങ്ങൾ അതിനെ. 2 ഫംഗ്ഷൻസ്. ഓക്കെ, മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലാർ ഞാൻ താഴെ എഴുതാം. ബൈ എ സ്കെയിലാർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എഫ് ആറിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ആൻഡ് സി എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ സി എഫ് ഇസ് അഗെയിൻ എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ആണ്. ആൻഡ് സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? നമുക്ക് സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ആയിട്ട് എഴുതാം. സി ഇൻറ്റു എഫ് ഓഫ് എക്സ്. ആൻഡ് കോഷ്യന്റ് ഓഫ് 2 ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? അത് എഫ് ബൈ ജി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണ്. ഇറ്റ് ഇസ് ഫ്രം ആർ ടു ആർ തന്നെയാണ്. ഓക്കെ, ഡിഫൈൻഡ് ആസ് എഫ് ബൈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ബൈ g of x provided g of x is not equal to 0. g of x എന്താവാൻ പാടില്ല? 0 ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എന്ത്
നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു ഓടിച്ചൊരു റിവിഷൻ പോലെയാണ്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ബാലൻസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ ഇതേ സമയത്ത് 7:30 തന്നെ ചെയ്യും. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കൊള്ളുന്ന ഇഫ് എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് വൺ ഓർഡേഡ് ബൈ എക്സ് പ്ലസ് വൺ വൈ മൈനസ് 2 ഈക്വൽ ടു 3 1. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കുക, നിങ്ങൾ എക്സ് പ്ലസ് വൺ വൈ മൈനസ് 2 എന്ന് പറയുന്നത് 3 1 ആണെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓർഡേഡ് പെയറിൽ കറസ്പോണ്ടിങ് എലമെന്റ്സ് ഇക്വേറ്റ് ചെയ്യാം. എക്സ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു 3, എക്സ് ഈക്വൽ ടു 3 മൈനസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയാം. അതേപോലെ തന്നെ ഇവിടെ y മൈനസ് 2 ഇസ് ഈക്വൽ ടു 1 ആണ്. y ഇസ് ഈക്വൽ ടു 1 പ്ലസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 3ഉം ആണ്. ഓക്കെ, അതാണ് 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് ആദ്യത്തേത്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണ്. ബി എന്ന് പറയുന്നത് 3 4 ആണ്. അപ്പോൾ എ ക്രോസ് ബി ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഫസ്റ്റ് എലമെന്റുകൾ നമ്മൾ എയിൽ നിന്ന് എടുക്കണം. 1 3 1 4. ഓക്കെ, then 2 3 2 4. അടുത്തത് 3 3 3 4. ഇതായിരിക്കും എന്ത്? എ ക്രോസ് ബി വരെ. ഓക്കെ, അപ്പോൾ ഇതാണ് എ ക്രോസ് ബി എന്ന് പറയുന്നത്. അതിന് നമുക്ക് കിട്ടുന്നത് 2 മാർക്കാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നാളെ ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് 7:30 വീണ്ടും കാണാം. അതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ പറഞ്ഞാലേ മറ്റുള്ള ആളുകൾ അറിയുള്ളൂ. അപ്പോൾ എല്ലാവരും കൃത്യസമയത്ത് തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലാസ് എല്ലാ ദിവസവും 7:30-ക്കാണ് നമ്മൾ ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ് ചെയ്യുന്നത്. ലൈവ് ആയിട്ടാണ് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ലൈവ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ഡൗട്ടുകൾ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ.